I come in, sir? Yes. ഒന്ന് നിന്ന് താകസരെ എനിക്ക് തല കറങ്ങുന്നു ആളിറങ്ങുന്നുണ്ട്. Yes, may I come in? Sir, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ആ വിസിലിങ്ങിനെയാണ് കുട്ടി സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണല്ലേ? അതെ സാർ. സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. എങ്കിൽ പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസേര കയറി ഇരിക്കരുതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല. കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. മിടുക്കന. എനിക്ക് അവരുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ശരി മോളെ. എടാ, ഇവനെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും. അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പോക്കോ. ഞാൻ മിന്നുമ്പോളോട് അത് വേണ്ട. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സല്യൂട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്നു. വാടോ. ഇവനോട് പറഞ്ഞതാ. വാടോ. മിന്നുമോളെ, മഞ്ജുലേട്ടൻ വന്നടി. മിന്നു. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഈശ്വര, ഏതാണ് ആ വാക്ക്? ഞാൻ എഴുതിയെടുക്കാം. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. മണ്ടാ, എന്താ അമ്മേ? നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല അമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും അമ്മേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ. ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലകുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവറാക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി. ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇങ്ങൊന്നേ, പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റണിയെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ
ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പോരല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. മിന്നുമോളെ, ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞ കാട്ടില്ലേടെ ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞേ കേട്ടില്ലടാ. എന്നാടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മാഡം ഗുഡ് മോർണിംഗ്. യു ആർ എ ബെസ്റ്റ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. താങ്ക്സ്. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തല്ലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ല പറഞ്ഞേ. ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ ഇങ്ങനെ മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്ര എല്ലാം എനിക്ക് ടെസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷേ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട. പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ല്. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നും മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാ. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തേ. ശരി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടേക്ക് യുവർ സീറ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? എങ്കിൽ ചെലവ് എന്നാ ലഡൂലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ? നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡു കൊടുക്കാൻ. ഓ, താങ്ക് യു. വേണ്ട വേണ്ട. അളിയ ഒരെണ്ണം എടുക്കളിയ. ആന്റണി ചേട്ടന് കഴിക്കേ. അളിയൻ എപ്പോഴും ചൂടായി. മോളെ ലഡു. അമ്മാവാ, ലഡുവിന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ, എന്തോ നിക്കോ വന്നല്ലോ. അമ്മാവാ, എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തുമായവരും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവാ,
എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ജുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. എന്നെ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. കാലേന്ന് വിടറാ. ഞാൻ വിടൂല. എന്നെ വിടാൻ മക്കളെ, മുതലാളിമാര് വന്നിട്ട് ഇവനെ വിട്ടാ മതി. സൂചന മാത്രം, സൂചന മാത്രം, സമരം സൂചന മാത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും സമരത്തിന് വരുമ്പോ പുകയില്ലാത്ത അടുപ്പ് കൊണ്ടുവരാൻ പറയണേ. പിള്ളേരെ ഓടി കളിക്കാതെ ഇവിടെ എങ്ങനെ വന്നിരിക്കേ. പണി ഇത് വെന്തില്ല പിള്ളേരെ, ഇത് വേവുള്ള അരിയാണ്. ഒരാളുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ മക്കളെ. ഇനി സ്വന്തം മക്കള് തന്നെയാണോ? മോൻ മാമനെങ്ങനെ ഇടാ പോടാന്ന് വിളിക്കരുത്. ചിലപ്പോ ഞാൻ മാനേജരാവും. അപ്പോഴോ അനുസരണ വേണ്ടേ? കൊച്ചുകുട്ടിയല്ലേ നീ? നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. പിള്ളേര് തുടങ്ങിയല്ലോ. മോനെ അനുസരണ വേണ്ടേ? വെറുതെ നിക്കണം. കഞ്ഞി റെഡി. നമ്മളാ കഞ്ഞില് പാറ്റിടണോ മാഡം? നിങ്ങൾ ആ തൊഴിലാളികളോട് സംസാരിക്കും. അത് പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ മാത്രം, സൂചന മാത്രം, സമരം സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരുക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അപ്പം പറഞ്ഞതങ്ങനെ കേട്ടാ മതിയായിരുന്നു. അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെന്തിലാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിന് അറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം. തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ലാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്നും മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനും പിടിച്ച് തല്ലിയതിനും, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിനും. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ. ഇനി ഉണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ, കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാം അതിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരെ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ, വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ.
ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു മിന്നു ഗ്രൂപ്പ് നോക്കിയെടുത്താലുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുള്ളത്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദി സാറിന്റെ കാര്യം പോട്ടെ, ആദി സാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു. ആദി സാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ. ഞാൻ കരുതി എന്നൊന്നും ചെയ്യില്ല, ഞാൻ അരി എടുത്തില്ല. വീടെത്തിയാട്ടാ. വീടെത്തിയ പല്ലു ഒരാളായി. തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വെക്കടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ? ഇനി നീ ആ ജോലി തന്നെ ഞങ്ങൾ ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ഡ്രൈവർ വണ്ടിയെട്. ഈ പാന്റൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞൂടാത്തോല. ആ കുളിസി അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീലപ്പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ.